നമസ്കാരം, വെൽക്കം ടു മൂവി ട്രീ. അപ്പോൾ ജൂണിൽ ഗംഭീര സിനിമ റിലീസസ് നമുക്കുണ്ടായിരുന്നു. നമ്മൾ കണ്ടു, എൻജോയ് ചെയ്തു. ഇനി അടുത്തത് ജൂലൈ ആണ്. ജൂലൈയിൽ 1-ാം തീയതി തന്നെ നെറ്റ്ഫ്ലിക്സിലൂടെ എനോല ഹോംസിന്റെ പാർട്ട് 3 റിലീസാവുന്നുണ്ട്. മില്ലി ബോബി ബ്രൗൺ ആണ് നായിക. അതിന് ജൂൺ 2-ാം തീയതിയാണ് അടുത്ത റിലീസുള്ളത്. മിനിയൻസ് ആൻഡ് മോൺസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആനിമേഷൻ മൂവിയാണ് മിനിയൻ ഫ്രാഞ്ചൈസിലെ. അത് കഴിഞ്ഞ് ജൂലൈ 3-ാം തീയതി ആലിയ ഭട്ട് നായികയായിട്ടുള്ള ആൽഫ റിലീസാവുന്നുണ്ട്. അതുകൂടാതെ നാഗബന്ധം എന്ന് പറഞ്ഞിട്ട് പാൻ ഇന്ത്യൻ മൂവി, തെലുഗു പാൻ ഇന്ത്യൻ മൂവി റിലീസാവുന്നുണ്ട്. പിന്നെ ഉമാ ഖുറേഷി നായികയായിട്ടുള്ള ബേബി ഡു ഡൈ ഡു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹിന്ദി സിനിമ റിലീസാവുന്നുണ്ട്. പിന്നെ റാവ് ബഹദൂർ എന്ന് പറഞ്ഞിട്ട് തെലുങ്കിൽ നിന്ന് തന്നെ ഒരു മിസ്റ്ററി സൈക്കോളജിക്കൽ മൂവി റിലീസ് ചെയ്യുന്നുണ്ട്. പിന്നെ തമിഴിൽ നിന്ന് ഗാട്ട ഗുസ്തി 2, അതായത് വിഷ്ണു വിശാല്, ഐശ്വര്യലക്ഷ്മി ഇവരൊക്കെ നായികമാരായിട്ടുള്ള ഗാട്ട ഗുസ്തി 2ന്റെ 2-ാം ഭാഗം റിലീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹോളിവുഡിൽ നിന്ന് ഹ്യൂ ജാക്ക്മാൻ നായകനായിട്ടുള്ള ഡെത്ത് ഓഫ് റോബിൻ ഹുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോളിവുഡ് മൂവി ജൂലൈ 3-ാം തീയതി റിലീസ് ചെയ്യുന്നുണ്ട്. അടുത്തത് ജൂലൈ 9-ാം തീയതിയാണ്. ജൂലൈ 9-ാം തീയതി പൃഥ്വിരാജിന്റെ ഐ നോബഡി എന്ന് പറഞ്ഞ മൂവിയാണ് റിലീസ് ചെയ്യുന്നത്. അടുത്തത് ജൂലൈ 10-ാം തീയതിയാണ് അടുത്ത റിലീസ് ഉള്ളത്. ധമാൽ മൂവി ഫ്രാഞ്ചൈസിന്റെ ധമാൽ പാർട്ട് 4, അതായത് അജയ് ദേവ്ഗൺ, റിതേഷ് ദേശ്മുഖ്, അർഷദ് വാർസി എന്നിവരൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ജോണറിലുള്ള സിനിമയാണ്. അത് റിലീസാവുന്നുണ്ട്. പിന്നെ തെലുങ്കിൽ നിന്ന് അഖിൽ അക്നേനി നായകനായിട്ടുള്ള ലെനിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തെലുങ്ക് മൂവി റിലീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹോളിവുഡിൽ നിന്ന് 3 സിനിമകൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഈവിൽ ഡെഡ് ബേൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ഹൊറർ, ഈവിൽ ഡെഡ് ഫ്രാഞ്ചൈസിലെ പുതിയ സിനിമയായിട്ടുള്ള ഈവിൽ ഡെഡ് ബേൺ റിലീസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ റോക്ക് നായകനായിട്ടുള്ള ആനിമേഷൻ മൂവി ആയിരുന്ന മൊവാനയുടെ ലൈവ് അഡാപ്റ്റേഷൻ ആയിട്ടുള്ള മൊവാന, സെയിം നെയിമിലാണ് വരുന്നത്, മൊവാന റിലീസ് ചെയ്യുന്നുണ്ട്. പിന്നെ പെനലോപ്പ് ക്രൂസ്, സെത്ത് റോജേഴ്സ്, എഡ്വേർഡ് നോർട്ടനൊക്കെ അഭിനയിച്ചിട്ടുള്ള ഇൻവൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവി ഹോളിവുഡിൽ നിന്ന് റിലീസ് ചെയ്തു. തമിഴിൽ നിന്ന് ഇദയം മുരളി എന്ന് പറഞ്ഞിട്ടുള്ള അഥർവ നായകനായിട്ടുള്ള സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. പാപ്പ, കയാദു ലോഹർ, പിന്നെ പ്രീതി മുകുന്ദൻ എന്നിവരൊക്കെയാണ് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. അടുത്ത റിലീസ് ജൂലൈ 16-ാം തീയതിയാണ്. ജോജു നായകനായിട്ടുള്ള ഷാജി കൈലാസ് സിനിമയായിട്ടുള്ള വരവ് ജൂലൈ 16-ന് റിലീസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ജൂലൈ 17-ന് ക്രിസ്റ്റഫർ നോളന്റെ ഒഡീസി എന്ന് പറഞ്ഞ സിനിമ റിലീസാവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള മെയിൻ റിലീസായിട്ട്, അതായത് ഈ ജൂലൈ മാസത്തെ ഏറ്റവും വലിയ റിലീസായിട്ട് പറയുന്നതാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ. അത് ജൂലൈ 31-നാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ജൂലൈ മാസത്തെ ഒരു മൂവി കലണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സിനിമ കൂടാതെ വേറെ ഏതെങ്കിലും സിനിമകൾ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.